പ്രധാനപ്പെട്ട വാർത്ത ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണമാറ്റത്തെക്കുറിച്ച് കൊണ്ടാണ്. കേരളത്തിലെ പത്രങ്ങളും സാംസ്കാരിക നായകന്മാരും മുമ്പ് പാലസ്തീൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത്, ഇസ്രായേലിനെ തിരിച്ചടി കണ്ട സമയത്ത് കേരളത്തിൽ കണ്ണീരൊഴുക്കിയ ആളുകൾ ബംഗ്ലാദേശിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണമാറ്റത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തച്ച് തകർക്കുന്നതിൽ കേരളത്തിലെ അതുപോലെ തന്നെ ഭാരതത്തിലെയോ സാംസ്കാരിക നായകന്മാരും മാധ്യമങ്ങളും കണ്ണു തുറപ്പിക്കുന്നതിന് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1971 കിഴക്കേ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ കൂട്ട ഉന്മൂലനം മുസ്ലിങ്ങൾ ചെയ്യുന്ന സമയത്ത് അന്ന് പാകിസ്ഥാന്റെ ആ ഹിന്ദുക്കൾക്കു നേരെയുള്ള അക്രമത്തിനും അരാജകത്വത്തിനും അഹിംസയ്ക്കും നേരെ അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ബംഗ്ലാദേശിനെ ആക്രമിച്ചുകൊണ്ട് സ്വതന്ത്ര രാജ്യമാക്കിയിരുന്നുവെങ്കിൽ ആ സ്വതന്ത്ര രാജ്യം ബംഗ്ലാദേശ് അന്നുണ്ടാക്കാനുള്ള കാരണം ഹിന്ദുക്കൾക്കു നേരെയുള്ള കൂട്ടക്കൊലയായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടുത്തെ ഭീകരവാദികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ മുസ്ലിം ഭീകരവാദികൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഭാരതം ഭരിക്കുന്നത് ഇന്ന് അതിനേക്കാൾ കരുത്തും നേതൃത്വവും സംഭാവനയുമുള്ള ഒരു നേതൃത്വമാണ് എന്ന കാര്യം ഇവിടുത്തെ തീവ്രവാദികൾ ഓർമ്മിക്കണം. കാരണം ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കാനായിരുന്നില്ല ഇന്ദിരാഗാന്ധി അന്ന് ബംഗ്ലാദേശിൽ പട്ടാളത്തെ അയച്ചത്. അന്ന് പട്ടാളത്തെ അയച്ചത് ഹിന്ദുക്കൾക്കു നേരെയുള്ള അക്രമത്തിന് നേരെയായിരുന്നു. ആ അക്രമത്തിനെ തോൽപ്പിക്കാനായിരുന്നു. പക്ഷേ ആ ചെറുത്തുനിൽപ്പിന് ബംഗ്ലാദേശിൽ ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നലെ വരെ മുസ്ലിം അവിടുത്തെ ഭരണാധികാരികളുടെ കെടും കാര്യസ്ഥതയ്ക്കെതിരെ പ്രകടനവും പ്രതിഷേധവും നടത്തുന്ന ആക്രോശിച്ചവർ എന്തിനാണ് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടത്തുന്നത്? എന്തിനാണ് അവർ അവിടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നത്? അവരുടെ ലക്ഷ്യം അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള അവർ കരുതുന്ന വെറും ശക്തിയില്ലാത്തവർ വിശ്വസിക്കുന്ന ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അവർക്ക് ഭരണമാറ്റമല്ല പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭാരതം കണ്ട സാമ്രാജ്യത്വത്തിന്റെ ഭീകരതയുടെ പ്രതിരൂപമായിട്ടുള്ള ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകരവാദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിയുടെ നമ്മളിന്നറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ പറയുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബംഗ്ലാദേശിൽ കണ്ടില്ലേ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു പറയുന്ന ഇവിടുത്തെ ഇസ്ലാം ഭീകരവാദികൾ എന്ന് പറയേണ്ടത് ഞങ്ങളുടെ ഈ ഉമ്മാച്ചിക്കാട് ഞങ്ങളെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം ഭീകരവാദം വളർന്നു വന്നാൽ ഹിന്ദുക്കൾക്കല്ല നഷ്ടം, അത് മുസ്ലിങ്ങൾക്കാണ്. എപ്പോഴൊക്കെ ഞങ്ങൾക്ക് തന്റെ ഇടത്തോടെ പൊരുതിനിയുടെ ശീലമുള്ള ആളുകളാണ് ഹിന്ദുക്കൾ. രാമരാജ്യം തകർത്തപ്പോഴും കാശി തകർത്തപ്പോഴും തിരിച്ചു പിടിച്ച ആവേശത്തിന്റെയും ആ കരുത്ത് ഞങ്ങൾക്കുണ്ട്. ഈ പ്രശ്നം നേരിടുന്നത് മുസ്ലിങ്ങളാണ്. നിങ്ങളുടെ ഏറ്റവും കഴിവുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഇന്ന് സിറിയയിലടക്കം ആടുമേക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇസ്ലാം മതഭീകരവാദം തലക്കു കയറിയിട്ടാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാരെ തകർക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, ഞങ്ങൾക്കൊരു അടിത്തറയുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭീകരവാദം തടയുന്ന സമയത്ത് നിങ്ങളുടെ ചെറുപ്പക്കാർ നിങ്ങളുടെ മതമാണ് നശിക്കുന്നത് എന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായം നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ഇസ്ലാം ഈ മുസ്ലിം സമുദായത്തിനുള്ളിലെ ഏറ്റവും വലിയ ക്യാൻസറാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി ആ സമ്പത്ത് കൊണ്ടും പണം കൊണ്ടും ഇന്ന് പത്രങ്ങളടക്കം ഇന്ന് വിലക്കെടുത്തിരിക്കുന്നു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് പുകഴ്പെറ്റെന്ന് നാം പറയുന്ന മാതൃഭൂമി എന്ന പത്രം ഇന്ന് ജമാഅത്ത് ഇസ്ലാമികെന്നും കോടികൾ കണക്ക് പണം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി വാർത്തകൾ എഴുതുന്നു. അവിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള കൂട്ടക്കൊല അവർ വസന്തകാലമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഈ സമുദായ പത്രങ്ങളും പാലസ്തീനെതിരെ പാലസ്തീൻ അക്രമം നടക്കുന്ന സമയത്ത്, ഭീകരവാദികൾക്കെതിരെ അക്രമം നടക്കുന്ന സമയത്ത് പ്രതികരിച്ച സാംസ്കാരിക നായകന്മാർ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുന്ന സമയത്ത് പ്രതികരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ആ പ്രതിഷേധം ഹിന്ദുവിനേറെ ചോദ്യം ചെയ്യാൻ ഞങ്ങളും സംഘടിതരാണ് എന്ന ബോധ്യം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഭീകരവാദം വളർന്നു വന്നിരിക്കുന്നു, സംഘടിത വോട്ടുകൾ കൂടി വരുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് VS അച്യുതാനന്ദനാണ്. ഇവിടുത്തെ സംഘടിത മതങ്ങൾ വേണ്ടാത്ത ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞത് ഇവിടുത്തെ AK ആന്റണിയാണ്. ആ നേതാക്കന്മാർ ഈ ഭീകരവാദം വളർന്നു വരുന്നു എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇന്ന് ബംഗ്ലാദേശിലടക്കം അവിടെ കൊല ചെയ്യുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയാണ്. ഈ ഭീകരവാദത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഈ ഭീകരവാദികളെയാണ് ഇന്ന് ബംഗ്ലാദേശിൽ കൊല ചെയ്യുന്നത്. ഈ ഭീകരവാദ പ്രസ്ഥാനം പറയുന്നു ഞങ്ങളാണ് അമേരിക്കക്കെതിരെ, ഞങ്ങളാണ് ഫാസിസ്റ്റിനെതിരെ എന്ന് പറയുന്ന ഈ ഇസ്ലാം ഭീകരവാദികൾ അമേരിക്കയുടെ പണം വാങ്ങിയിട്ട് ഇന്ന് ISSന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ബംഗ്ലാദേശിൽ കലാപം സൃഷ്ടിക്കുന്നത്. ഈ സംഘടന ഈ ലോകത്തിലെ അപകടമാണ്. ഇത് മതമല്ല, സാമ്രാജ്യമാണ്, വിഷമാണ്. ആ വിഷത്തിന് ഉന്മൂലനം ചെയ്തിട്ടില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെയും ഈ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടം ഭാരതത്തിലുണ്ട്. ഈ സംഘടന, ഈ സമൂഹം എപ്പോഴൊക്കെ തന്നെ പ്രതിഷേധവും എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളൊക്കെ തിരിച്ചുപിടിച്ച ചരിത്രമാണ് ഹൈന്ദവ സമാജത്തിനുള്ളത്. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് രാമരാജ്യം. അതുകൊണ്ട് ഈ സമാജം, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം പണം വാങ്ങിയിട്ട് ഞങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കും ഇവിടെയുള്ള ഇസ്ലാം ഭീകരവാദത്തിനും അനുകൂലമായി നിൽക്കുന്ന സമയത്ത് പൗരബോധമുള്ള ഈ രാജ്യത്തോട്, രാഷ്ട്രത്തോട്, സംസ്കാരത്തോട്, ധർമ്മത്തോട് ആത്മബന്ധമുള്ള ഒരു ജനത എന്ന നിലയിൽ ബംഗ്ലാദേശിലെ തകർക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ആ സമൂഹത്തോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് അക്രമത്തിനും അരാജകത്തിനും പോരാടാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കാൻ അവരെ ആഹാരം നിർത്തുന്നു. നമസ്കാരം.